ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ജമ്മു കാശ്മീർ, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ പരാജയമാണ് BJP ഏറ്റുവാങ്ങിയത്. അതിനാൽ തന്നെ ഈ പ്രാവശ്യം നിയമസഭ പിടിച്ചെടുക്കാനുള്ള കാര്യമായ ശ്രമത്തിലാണ് BJP. മാത്രമല്ല, ശ്രദ്ധേയമായ കാര്യം 10 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പിന് BJP പ്രചരണം നടത്താൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ നിന്നും സ്മൃതി ഇറാനി പരാജയപ്പെട്ടിരുന്നു. പിന്നീട് ഡൽഹിയിൽ നിന്ന് 7 ലോക്സഭാ എംപിമാരിൽ പ്രവീൺ ഖഡേൽവാൾ, കമൽജിത്ത്, സെഹ്റവത്ത്, മനോജ് തിവാരി, ബൻറി സ്വരാജ് എന്നിവർക്ക് നേതൃത്വ സ്ഥാനം കൈമാറാനുള്ള ചർച്ചകൾ നിലവിൽ നടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്മൃതി ഇറാനിയെയോ അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെയോ തിരഞ്ഞെടുപ്പ് പ്രചരണ തലവനാക്കാനുള്ള നടപടി സംഘടന പരിഗണിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വം ഉടൻ തീരുമാനം എടുത്തേക്കാം. ഡൽഹിയിലെ 7 എംപിമാർക്കിടയിൽ ഒരു ജനപ്രിയ മുഖത്തെയായിരിക്കും തെരഞ്ഞെടുക്കുക. നിയമസഭയിൽ വിജയിക്കുന്ന ഒരു നേതാവിനെ തെരഞ്ഞെടുപ്പിനായി പ്രഖ്യാപിക്കും. തുടർന്ന് ഈ MP മുഖ്യമന്ത്രിയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലം മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനിക്ക് നൽകാനും സാധ്യതയുണ്ട്. പക്ഷേ ചില BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയുണ്ടായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെയെങ്കിലും മുഖം പ്രഖ്യാപിച്ചാൽ അത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം BJPയുടെ ഏറ്റവും വലിയ 2ാമത്തെ നേതാവ് അത് പ്രഖ്യാപിക്കുന്ന ആളാകും. അത് പാർട്ടിയിൽ കാര്യമായി തന്നെ ഭിന്നതകൾ സൃഷ്ടിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരത്തെ തീരുമാനിച്ച നിലപാടിൽ അമിത്ഷായും തന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിന്റെ പ്രധാന കാരണം 2015 തിരഞ്ഞെടുപ്പിൽ മുൻ വനിതാ IPS ഓഫീസർ കിരൺ ബേദിയെ ഡൽഹിയിൽ നിന്നും BJP പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പരാജയമാണ് നേരിട്ടത്. ഡൽഹി നിയമസഭയിൽ 70 സീറ്റുകളിൽ 67 സീറ്റുകളും ആം ആദ്മി പാർട്ടി വിജയിച്ചു. തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് വെറും 3 സീറ്റുകൾ മാത്രമായിരുന്നു. ആം ആദ്മി പാർട്ടി കൺവീനറായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അതിഷിക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ജനറൽ സെക്രട്ടറി BL സന്തോഷും കൂടാതെ RSSലെ ചില തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുഖ്യമന്ത്രിയുടെ മുഖം പ്രഖ്യാപിക്കുന്ന നടപടി BJP ഒഴിവാക്കിയിരുന്നു. രാജ്യത്ത് എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖമേ ആ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ജമ്മു കാശ്മീർ, ഹരിയാന എന്നീ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഒക്ടോബറിൽ ഡൽഹി സംഘടനയിൽ BJP കാര്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.